നമ്മള് രാമായണത്തിലൂടെ രാമപാദ തീർത്ഥഭൂമിയിലൂടെ ശ്രീരാമസ്വാമിയുടെ അനുസ്മരണത്തിലൂടെ ചരിത്രത്തിന്റെ താളുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമസ്വാമി ഈ ഭാരത മണ്ണിൽ അവതരിച്ചു. ഭാരതത്തിന്റെ ഒരു നടന്ന തീർത്ഥയാത്ര ചെയ്ത അവതാര പുരുഷനാണ് ശ്രീരാമസ്വാമി. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നടന്നൊരു അവതാര പുരുഷൻ. അങ്ങനെ മറ്റൊരു അവതാരം നടന്നു എന്നത് എവിടെയില്ല. ശ്രീരാമസ്വാമി മാത്രമാണ് നടന്നത്. കൃഷ്ണൻ ലീലയാടിയതെല്ലാം വൃന്ദാവനത്തിലും മധുരയിലും ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലും ഹസ്തിനപുരത്തിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലൊക്കെയാണ്. കൃഷ്ണൻ അവിടുന്ന് സൗത്തിലേക്ക് വന്നതായിട്ട് എവിടെയും പറയില്ല. എന്നാൽ ശബരി ദേവിയെ കാണാൻ പമ്പയിലും ശബരിമലയിലും അത് കഴിഞ്ഞ് രാമേശ്വരത്തും ഒക്കെ എത്തിച്ചേരുന്ന രാമൻ, അത് നമ്മളെ സംബന്ധിച്ച് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ആദ്യത്തെ ഒരു ധർമ്മ സ്ഥാപകനാണ് രാമൻ. നടന്ന് ധർമ്മത്തെ പ്രതിഷ്ഠിച്ച അവതാരമൂർത്തി. രാമന്റെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്റഗ്രേഷൻ ഓഫ് അവർ കൾച്ചർ ത്രൂ സ്പിരിച്വൽ യൂണിറ്റി, ത്രൂ ധർമ്മ. രാമന്റെ കാലഘട്ടത്തില് ഉത്തർപ്രദേശിലെ കൾച്ചർ വ്യത്യാസമാവാം, ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമാവാം, വസ്ത്രം, ആളുകൾ റൊട്ടിയും ദാളും കഴിക്കുന്ന ഒരു നാടാണത്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെത്തുമ്പോൾ അവരുടെ ഭക്ഷണവും വസ്ത്രവും വ്യത്യാസം ഉണ്ടാവും, ഭാഷയും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് കർണാടക, ആന്ധ്ര, കർണാടക, അത് കഴിഞ്ഞ് കേരളം വരുമ്പോൾ ഭാഷയിലൊക്കെ വ്യത്യാസം ഉണ്ടായാലേ പറ്റുള്ളൂ, ഭക്ഷണ രീതിയിലൊക്കെ. പക്ഷെ രാമൻ ഇതിലൊക്കെ വന്ന് എല്ലായിടത്തും സ്ഥാപിക്കുന്നത് ധർമ്മമാണ്. ഉത്തർപ്രദേശിലുള്ള ഗുഹനോട് പറയുന്നതും ധർമ്മമാണ്. മധ്യപ്രദേശിലെത്തുന്ന സമയത്ത് അവിടെയും ആളുകളോട് സംസാരിക്കുന്നതൊക്കെ ധർമ്മമാണ്. ശബരീദേവിയോട് സംസാരിക്കുന്നത് ധർമ്മമാണ്. സുഗ്രീവാദികളോടും സംസാരിക്കുന്ന ധർമ്മമാണ്. ലങ്കയിലും സംസാരിക്കുന്ന ധർമ്മമാണ്. ധർമ്മത്തെ ആചരിച്ച്, ധർമ്മത്തെ പ്രചരിപ്പിച്ച്, ധർമ്മത്തെ പ്രതിഷ്ഠിച്ച അവതാര മൂർത്തിയാണ് രാമൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീർത്ഥയാത്ര ഒരു ധർമ്മ സ്ഥാപകനായ, ധർമ്മവരിഷ്ഠനായ, ധർമ്മപ്രചാരകനായ, ധർമ്മമൂർത്തിയായ രാമന്റെ സ്മരണ ഉള്ള ഭൂമികളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അതന്നെ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ കുറച്ചൊരു ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം യാത്ര. പൊതുവെ നമ്മുടെ ഹിന്ദു സമൂഹത്തിനുള്ളൊരു അപരാധം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയാലേ ഭക്തിയുള്ളൂ എന്നുള്ള, അതൊന്നും മാറണം നിങ്ങൾ. കാരണം രാമൻ ഒരു അമ്പലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. അതങ്ങനെ നിങ്ങൾ കാണുമ്പോൾ തെറ്റാണ്. രാമക്ഷേത്രത്തിൽ ഒതുങ്ങുന്ന ഒരാളാണോ രാമൻ? അങ്ങനെ നിങ്ങൾ കണ്ട തെറ്റാണ്. അപ്പൊ രാമക്ഷേത്രം കാണുക എന്നുള്ളതല്ല. ഈ യാത്ര നമ്മൾ അങ്ങനെ കാണരുത്. നിങ്ങളൊക്കെ എഴുതണം യാത്രയെക്കുറിച്ച്. എന്താ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമൻ നമ്മളാരും കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. കാരണം 5000-ലധികം വർഷം മുമ്പ് ജീവിച്ച ഒരു മഹാൻ. സത്യത്തിൽ രാമനെ ദൈവമായിട്ട് വാൽമീകി അവതരിപ്പിച്ചിട്ടില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ ജനിച്ച്, എന്നാൽ കൊട്ടാരത്തിലാണ് ജനിച്ചത് രാമൻ. നമ്മളെപ്പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെക്കാളും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയി. കാരണം ശ്രീരാമസ്വാമിയുടെ ഇന്ററാക്ട് ചെയ്യുന്ന ഋഷിവര്യന്മാര്, വസിഷ്ഠൻ, അന്നത്തെ കാലത്ത് വിശ്വാമിത്രൻ തുടങ്ങിയിട്ടുള്ള മഹർഷിവര്യന്മാരൊക്കെ രാമനോട് ഇന്ററാക്ട് ചെയ്യാണ്ടായി.
അങ്ങനെ ഭാരതത്തിന്റെ അമൂല്യമായ വേദവിജ്ഞാനത്തെ ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടാനുള്ള സുകൃതം, സൗഭാഗ്യം രാമന് കിട്ടി. കൃഷ്ണനായാലും നമുക്കറിയാം 64 ദിവസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി വിദ്യ നേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള രാമൻ, അതായത് വസിഷ്ഠരിൽ നിന്നും വാത്മീകി മഹർഷി, രാമന്റെ കാലത്ത് ആരൊക്കെയായിരുന്നു മഹർഷിവര്യന്മാർ എന്നുള്ള പ്രത്യേകം പറയുന്നത്. രാമായണം നോക്കിയാൽ മൊത്തം കാണാം. ഗൗതമൻ, സ്വതീഷ്ണൻ, അത്രി, അഗസ്ത്യൻ, ഇങ്ങനെ എത്ര മഹർഷിവര്യന്മാരാണ് രാമന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഭരദ്വാജൻ തുടങ്ങിയ അനവധി ആൾക്കാർ. ഈ മഹാ പണ്ഡിതരും ബ്രഹ്മനിഷ്ഠരും, അതായത് പണ്ഡിതൻ എന്ന വാക്കിൽ ഒതുങ്ങില്ല അവര് ബ്രഹ്മനിഷ്ഠ ഉള്ളവരാണ്. അതായത് അനുഷ്ഠാനത്തിലൂടെ അവരുടെ മനസ്സിനെ അവര് ബ്രഹ്മ തേജസ്സുള്ളതാക്കി മാറ്റി, ബ്രഹ്മശക്തി ഉള്ളതാക്കി. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ കുറെ അറിവുള്ള ആളായിരിക്കാം, പക്ഷെ ഇത് മനസ്സിൽ ആത്മീയമായ ശക്തിയും മനസ്സിൽ ആത്മീയമായ ആനന്ദവും അനസ്യൂതമായ ആനന്ദവും അതിങ്ങനെ അമൃതം പോലെ ഒഴുകുന്ന മഹാ ഋഷി പരമ്പരകള്. അച്ഛന്റെ വാക്കുകള് പാലിക്കാൻ വരുന്നു. അച്ഛൻ ഒരിക്കലും കാട്ടിലേക്ക് പോവാൻ രാമനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ രാമൻ സത്യത്തെ മാത്രം ഉറപ്പിച്ചു. കാരണം അച്ഛൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, പ്രതിജ്ഞ കൊടുത്തു. അത് രാമൻ മുറുകെ പിടിച്ചു. അപ്പൊ ആ സത്യം എന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയില്ലാത്ത കുറെ കാര്യങ്ങളാണ്. ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് പലതിലും വ്യക്തതയില്ല, നമുക്കറിയാം പലതും, പക്ഷെ വ്യക്തമായി ഉറപ്പിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് നമുക്ക് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നു ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. അത് നമുക്ക് പലപ്പോഴും പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മള് തീർത്ഥയാത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഈശ്വര ഇതൊക്കെ മുമ്പ് പോകേണ്ടതായിരുന്നു, ഈ വയസ്സാം കാലത്ത് പോയിട്ട് എല്ലും വളയുന്നില്ല, അല്ലെങ്കിൽ നടക്കാനും പറ്റുന്നില്ല, നീരും പിടിച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അപ്പൊ അന്ന് നമുക്ക് ആരും ഇതിന് സഹായമായിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ പല കാര്യങ്ങളും. ഈ സത്യം എന്ന വാക്ക് ത്യാഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ആ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യം. ഇതുപോലെ നമുക്ക് മനസ്സിൽ നിന്നും പലതും ത്യാഗം ചെയ്യാനുള്ളൊരു സത്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ത്യാഗം എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കുക. പലതും ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാഹ്യമായിട്ട് ഒഴിവാക്കുന്നില്ല. പല കംഫർട്ടുകളും നമുക്ക് കുറയുമ്പോൾ ഓക്കെ, അത് കുഴപ്പമില്ല. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു സ്വസ്ഥത, ശാന്തി, സമാധാനം, അതാണ് ഏറ്റവും വലുത്. നേരെ മറിച്ച് എനിക്ക് കിട്ടാത്തതോ എനിക്കില്ലാത്തതോ ഞാൻ ദുഃഖിക്കുമ്പോൾ എന്റെ സ്വസ്ഥത ഞാൻ ഇല്ലാതാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യും, കുറെ ഡിസ്കംഫർട്ടുകളുണ്ട്. കാരണം ഇത്രയും ആൾക്കാർക്ക് ആകെ 4 ടോയ്ലറ്റുകൾ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരാൾക്ക് ഒരു ടോയ്ലറ്റാണ്. അപ്പൊ അത് ആലോചിക്കുമ്പോ എന്തോ ഒരു കുറവാണ്, എന്തോ ഒരു കുഴപ്പമാണ്. ഇതുപോലെ നമുക്ക് ഇടുങ്ങിയ ഒരു റെയിൽവേ ആണെങ്കിൽ പുരോഗതി പ്രാപിക്കും തോറും ഇതിന്റെ കോറിഡോറിനൊക്കെ വീതി കുറഞ്ഞു വരിക. പണ്ട് നല്ല വീതിയുള്ള കോറിഡോറാണ്, ഇപ്പൊ അത് കുറച്ചു വരും. അപ്പൊ അങ്ങനെ കുറെ ഡിസ്കംഫർട്ടുകൾ നമുക്ക് ഉണ്ടാവും. നല്ല ചാപ്പാട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അച്ചാറും ആയി കഴിഞ്ഞാൽ വരുന്ന പുളിയിഞ്ചിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതാണ് മനുഷ്യന്റെ മനസ്സ്. കുറവുകള്, ഇല്ലായ്മകള് ഒക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ ത്യാഗം, എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? എന്നിലൂടെ മറ്റൊരാൾക്ക് സുഖം കിട്ടുകയാണെങ്കിൽ അതാണ് എന്റെ സുഖം. എന്റെ സുഖം അത് എന്റെ മനസ്സിന്റെ ശാന്തിയും സ്വസ്ഥതയൊക്കെയാണ്. അപ്പൊ ത്യാഗം ചെയ്യാനും ഉള്ളിലെ സ്വസ്ഥത നിലനിർത്താനും സാധിക്കുന്നതിന് പേരാണ് സത്യം. അല്ലാതെ സത്യം എന്നുള്ള ഒരു വാക്കിലല്ല, വാക്കുമായിട്ട് ഇതിന് ബന്ധമില്ല. നമ്മൾ നുണ പറയും ആൾക്കാരോട്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടിയില്ല,
വേറാക്ക് കൊടുത്താൽ ഞങ്ങൾ ഇടിച്ചു കാട്ടിയിട്ട് പറയാോ കുഴപ്പമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ തൃപ്തരല്ല. പക്ഷെ നമ്മൾ അഭിനയിക്കും കിട്ടിയില്ല, സന്തോഷമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറ്റലുണ്ടാകും, ആ വേദന. അതല്ല സത്യം, അത് നുണയാണ്, കള്ളത്തരാണ്, അല്ലെ? അതൊരു നമ്മളെ തന്നെ ഇതാക്കണം. നമുക്ക് വിഷമമുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ ത്യാഗം ചെയ്യാനും അതുപോലെ തന്റെ ശാന്തി പിടിച്ചു നിർത്താനും സാധിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ മനസ്സിനെ വേറൊരിടത്ത് കുരിക്കുന്നത്. അതാണ് ഈ നാമസങ്കീർത്തനത്തിന്റെ ശക്തി. രാമൻ ഒരു വ്യക്തിയല്ല, രാമൻ ശക്തിയാണ്. രാമൻ നമ്മളിലെ ബ്രഹ്മമാണ്, രാമൻ നമ്മളിലെ നാമമാണ്. രത്നാകരൻ എന്ന കള്ളൻ രാമനെ കണ്ടിട്ടില്ല, പക്ഷെ രാമനാമം കേട്ടിട്ടുണ്ട്. കള്ളനായി, ചതിയനായി, വഞ്ചകനായി, ക്രൂരനായി, നിന്ദ്യനായി ജീവിച്ച വ്യക്തിക്ക് സപ്തർഷികള് നാമമാണ് പറഞ്ഞത്, അല്ല രാമനെ പറഞ്ഞിട്ടില്ല. വെറും നാമത്തിൽ മുറുകെ പിടിച്ച് ആ നാമത്തിലൂടെയാണ് അയാള് രാമനെ, ജീവിച്ചിരുന്ന രാമനെ കണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ നാമം വിട്ട് വ്യക്തിയുടെ പിന്നാലെ പോയി. ഇപ്പൊ രാമൻ എന്നത് വ്യക്തിയല്ല, രാമൻ എന്നത് ശക്തിയാണ്, അത് നാമമാണ്. ശിവൻ സദാകാലം ജപിക്കുന്നത് രാമനാമത്തെയാണ്. അല്ല രാമൻ എന്ന വ്യക്തിയെ പൂജിക്കുന്നു എന്ന് രാമായണത്തിലില്ല, ഉണ്ടോ? എവിടെയില്ല. രാമൻ എന്ന നാമത്തെയാണ് ശിവൻ സദാ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പാർവതി ദേവി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞത്. വിഷ്ണു സഹസ്രനാമത്തിൽ വേദവ്യാസ മഹർഷി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പാർവത്യുവാച, പാർവതി ദേവി ചോദിക്കുകയാണ്, കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പണ്ഡിതേ പണ്ഡിതേ നിത്യം ശ്രോതുമിച്ഛാമിഹം പ്രഭു. വിഷ്ണു സഹസ്രനാമം ഏത് ഉപായപ്രകാരമാണ്? കേന ഉപായേന ലഘുന, ഏറ്റവും എളുപ്പമായി, അതിന് തത്തുല്യമായി, ഈക്വലായിട്ടുള്ള ഒരു നാമം ഏതാണ്? സഹസ്രനാമ തത്തുല്യം, സഹസ്രനാമത്തിന് തുല്യമായ ഒരു നാമം ഏതാണ്? അതിന് മഹാദേവൻ ഉത്തരം പറയുന്നത് ശ്രീശ്വരവാച, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമനാമ വരാനനെ, വരാനനെ എന്ന് പറഞ്ഞാൽ പാർവതീദേവി വിളിക്കുന്നതാണ്. വരാനനെ എന്ന് പറഞ്ഞാൽ ആനയെ പോലെ ഇരിക്കുന്നവൾ എന്നല്ല, വരാനന. എന്താ രുക്മിണിയമ്മ ചിരിച്ചത് കേട്ടിട്ട് മനസ്സിലായി. വരാനൻ എന്ന് പറഞ്ഞാല് ഏറ്റവും സുന്ദരിയായിട്ടുള്ളവളെയാണ് വരാനനെ. ഈ സുന്ദരി സഹസ്രനാമ തത്തുല്യം, സഹസ്രനാമത്തിന് തത്തുല്യം രാമനാമ വരാനൻ. രാമനാമമാണ് തത്തുല്യമായിട്ടുള്ളത്. അപ്പൊ രാമ എന്നുള്ള നാമത്തിനാണ് ഇവരൊക്കെ പ്രാധാന്യം കൊടുത്തത്. കബീർദാസ് ആയാലും തുളസീദാസ് ആയാലും സൂർദാസ് ആയാലും ഒക്കെ രാമനാമത്തിനാണ്. മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, അവസാനം വെടിയേറ്റ് മരിക്കുമ്പോഴും റാം 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 എന്ന് പറയും. കേരളത്തിലുള്ളവർ അതാ പറയണത്, പക്ഷെ അവര് റാം റാം എന്ന് പറയുന്നു മാത്രം. വൈകുന്നേരമായ അവർക്ക് അതേ വേണ്ടു. നമ്മുടെ കേരളത്തിന്റെ അധോഗതി എന്നല്ലേ പറയുന്നത്. ഏതായാലും നമുക്ക് രാമനാമത്തിലൂടെ ഈ സന്ധ്യയെ ധന്യമാക്കാം. നമ്മള് രാമന്റെ പവിത്ര ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് 2-3 ഭാഗ്യമുണ്ട്. ഒരു ദിവസം നമുക്ക് ഏകാദശി കടന്നു വരുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് ഗംഭീരമായ ദീപാവലി കടന്നു വരുന്നുണ്ട്. പ്രകാശം എങ്ങും നിറച്ചുകൊണ്ട് അജ്ഞാനത്തിന്റെ, അവശതയുടെ, ആഴത്തിലുള്ള അജ്ഞതയുടെ, ആത്മീയ അജ്ഞതയുടെ ഇരുട്ട് മാറ്റുന്ന ജ്ഞാനപ്രകാശം, അത് നമുക്ക് ആഘോഷിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു രാമനാമൊക്കെ ചൊല്ലി നമുക്ക് സന്ധ്യ ധന്യമാക്കാം. ഹരേ രാമ ഹരേ രാമ Hare Rama, Hare Rama.
पार्वती सियावर रामचंद्र की श्री रामचंद्र भगवान की
നാമസങ്കീർത്തനം നാരായണ ദേവി നാരായണ
കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മള് എത്രത്തോളം നാമൊക്കെ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം ആ ഒരു എനർജി, ആ വൈബ്രേഷൻ, അത് നമുക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രയോജനമായിട്ട് ഈ ട്രെയിനിന് തന്നെ ഒരു ഊർജമായിട്ട് മാറും. നമ്മളൊരു കവചം സൃഷ്ടിക്കുകയാണ്, ഭക്തിയുടെ ഒരു കവചം, ആരോഗ്യത്തിന്റെ ഒരു കവചം. നാമത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. നാമ തേജസ് കൊണ്ട് വേണം നമ്മൾ ഈ യാത്ര നടത്താൻ. കാരണം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതൊരു തീർത്ഥയാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാമതീർത്ഥയാത്ര എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാമക്ഷേത്രം കണ്ടതുകൊണ്ടോ കാശി വിശ്വനാഥനെ കണ്ടതുകൊണ്ടോ മുക്തിയും ഭക്തിയും കിട്ടില്ല, നാമം കൊണ്ടേ കിട്ടുള്ളൂ. അതൊക്കെ നമ്മളിങ്ങനെ കാണാൻ പോകുന്നു മാത്രം, അതത്രേ കാണാവൂ. നിങ്ങൾ ക്ഷേത്രത്തെ കാണരുത്, കാരണം ക്ഷേത്രമല്ല ഭാരതം. ഭാരതം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാണ്, നാമക്ഷേത്രമാണ്, കർമ്മക്ഷേത്രമാണ്, ഭക്തിക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളെ കൂട്ടിച്ചേർക്കുന്നത് എന്നാണ്. ക്ഷേത്രം എന്നുള്ള വാക്കിന് നമ്മളിലുള്ള കലയെ ഉണർത്തുന്നതിന് കലാക്ഷേത്രം നമ്മൾ പറയുന്നത്. കലയിലേക്ക് നമ്മൾ ഉണർത്തുന്നത്, അതായത് കലയിലേക്ക് കൂട്ടിച്ചേർക്കും. ഇപ്പൊ ക്ഷേത്രം എന്നുള്ള വാക്കിന് അർത്ഥം ഒരു ടെമ്പിൾ എന്നൊരു കൺസ്ട്രക്ഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിനല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതനാൽ ത്രായതീതി ക്ഷേത്രം എന്നുള്ളൊരു സംസ്കൃത ഒരു വ്യാകരണ അർത്ഥമുണ്ട്. അതായത് ക്ഷതത്തിൽ നിന്നും ത്രാടനം ചെയ്യുന്നത് എന്തോ അത് ക്ഷേത്രം. നമ്മള് മാത്തമെറ്റിക്സിൽ ക്ഷേത്രത്തെ കുറിച്ച് പറയും. പണ്ട് കൃഷിക്കാര് പാടത്തിന് ക്ഷേത്രം എന്നാണ് പറയും. കാർഷിക വൃത്തി ചെയ്തിരുന്നവര് കൃഷി സ്ഥലത്തിന് ക്ഷേത്രം എന്നാണ് പറയും. പിന്നെ കലാക്ഷേത്രം നമുക്കറിയാം. ക്ഷേത്രം എന്നത് കളരിക്കാര് ക്ഷേത്രം എന്ന് ഉപയോഗിക്കും. കളരി അത് പിന്നീടാണ് കളരി ഒരു എന്താണ് മറ്റൊരു സങ്കല്പത്തിലായത്. അതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിനെ, കലയെ കൂട്ടിച്ചേർക്കും. ഇവിടെ നാമത്തിലൂടെ നമ്മളെ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എന്തോ അത് ക്ഷേത്രം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയില്
ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നടുത്ത് പറഞ്ഞത്. ഈ ശരീരത്തിലാണ് അർജുന ക്ഷേത്രം കാണേണ്ടത്. അപ്പൊ നമ്മൾ ഈ യാത്രയിൽ നമ്മുടെ ശരീരത്തിൽ ക്ഷേത്രം കാണണം. കാരണം നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ഈശ്വരനുമായി കൂടിച്ചേരുമ്പോൾ ക്ഷേത്രജ്ഞനിലേക്ക് എത്താനുള്ളതാണ് ക്ഷേത്രം, ദൈവത്തിലേക്ക് എത്താനുള്ളതല്ല. ക്ഷേത്രജ്ഞൻ എന്നാണ്. അതുകൊണ്ട് ഗീതയിലെ അടുത്ത വരി അതാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. ക്ഷേത്രജ്ഞനെ വിധ അറിഞ്ഞാലെന്നാണ്. അപ്പൊ തന്നിലുള്ള ക്ഷേത്രജ്ഞനെ അറിയാനാണ് ക്ഷേത്രം. അപ്പൊ നാമത്തിലൂടെ നമ്മൾ ക്ഷേത്രജ്ഞനിൽ എത്തണം. ഈ ശരീരമാണ് ക്ഷേത്രം. അപ്പൊ നിങ്ങൾ എല്ലാവരും കാശിയിലാണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ശരീരം കാശിയാണ്. അപ്പൊ കാശി എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം നമ്മൾ അതിന്റെ സൂക്ഷ്മാർത്ഥങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ശരീരം ഒരു കാശിയാണ്. കാശ് എന്നതിന് പ്രകാശ്, പ്രകാശ്, കാശ്, പ്രകാശ്. ആ കാശ് എന്നുള്ളതിന്റെ മുന്നിൽ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായല്ല, അത് കോഴിക്കോട് കണ്ണൂരുകാരുടെ ഭാഷയാണ്. അപ്പൊ കാശ് എന്ന് പറഞ്ഞാൽ പ്രകാശ്, അതിന്റെ മുന്നിൽ പ്ര എന്നുള്ളൊരു അക്ഷരം ചേർത്താല് പ്രകാശം, പ്രകാശിക്കുന്നത് കാശി. അപ്പൊ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ശിവനെയാണ് ഉണർത്തേണ്ടത്. ശിവം ആത്മനി പശ്യന്തി ന പ്രതിമ ന യോഗിന. അപ്പൊ അവനവന്റെ ഉള്ളിലുള്ള ആ കാശി വിശ്വനാഥനെ നമുക്ക് ഉണർത്താം. അപ്പൊ നിങ്ങൾ എല്ലാവരും കാശിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വനാഥനെ ഉണർത്താം. അപ്പൊ എല്ലാവരും ചൊല്ലുക. നമഃ ശിവായ, നമഃ ശിവായ,
ശ്രീവിദ്യാം ശാന്തമൂർത്തി സകലസുരനുതാം സർവസമ്പത്പദാത്രീ സകുങ്കുമം വിലേപരാമണിക ചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സജനതാപമാശങ്കുശാം അശേഷജനമോഹിനി അരുണവായു ശാന്തുവരാം